എന്താ വായിക്കുക? കൊണനൂരു സോംവാർപേട്ട്. കണ്ണൂര്. കണ്ണൂരോ? കണ്ണൂരിന്റെ ഒരു സാമ്യമുണ്ടോ പേരിന്? കൊണനൂരു. പിന്നെ സോമവാർപേട്ടിലോട്ട് വലത്തോട്ട് തിരിഞ്ഞു പോകണം. ഏത് വലിയ റോഡിലോട്ട് എത്തിയല്ലോ. ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങട്ടാ? വലത്തോട്ടോ? വലത്തോട്ട് പോകണം. മിക്കവാറും ബാംഗ്ലൂർ റോഡായിരിക്കും. പോട്ടെ പോട്ടെ പോട്ടെ. ഞാനേ ശ്രാവണ ബലകോളക്കുള്ള വരവൊന്നല്ലേന്ന് ഞാൻ വിചാരിച്ചേന്ന് വീട്ടിൽ നിന്ന് പോന്നപ്പോ. ബാംഗ്ലൂർ 213 KR പെട്ട്. ഹസനിലോട്ട് 53 കിലോമീറ്റർ അല്ലേ? 57 KR പെട്ട് 63. സ്റ്റേറ്റ് ഹൈവേ 85. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. നമ്മൾ ഈ റൂട്ടിന് ആദ്യമായിട്ട് വരിക. വേറെ വഴിക്കാ പോണല്ലേ? വേറെ റൂട്ടാണ്. റോഡ് നോക്കിയേ, അടിപൊളി റോഡുകൾ നോക്ക്. അങ്ങ് വരെ കാണാ. കിച്ചു എന്തെങ്കിലും ഉണ്ടാത്തേ നല്ല രസമുണ്ടല്ലേ? കാഴ്ച കണ്ടിങ്ങനെ ഇരിക്കാണ് രണ്ടാളും ബാക്കില്. റോഡ് അല്ലേ? കുത്തിക്കുലുക്കല്ല, അതാണ്. കുത്തിക്കുലുക്കില്ല, അധികം ബ്ലോക്ക് ഇല്ല, ഒന്നുമില്ല. തിരക്കില്ലല്ലേ നമ്മളിപ്പോ വന്നിട്ട് ഇതുവരെ? തിരക്ക് കുറവാ. ബിസിലഹള്ളി സരഗുരു. ഇടത്തോട്ട് ബിസിലഹള്ളി. ഹള്ളി പറഞ്ഞ ഉൾഗ്രാമല്ലേ? ഉൾഗ്രാമം അല്ല, ഇതിലല്ലേ പോണ്ടേ? അതാ ട്രക്ക് ഇത് കാണിക്കുന്നല്ലേ? ട്രക്ക് പോകാനല്ലേ? എല്ലാ സ്ഥലത്തും ബോർവെല്ലും ഉണ്ട് കേട്ടോ. എല്ലാ എന്താ പറയാ, ഓരോ പറമ്പിലും ബോർവെൽ അടിക്കും വരും. അതിനിവിടെ ഇത് പൈസ ഇല്ലല്ലോ അല്ലേ? കൃഷിന്റെ ആവശ്യത്തിനൊക്കെ കറണ്ടും വെള്ളമൊക്കെ. കറണ്ട് ഫ്രീ ആണ്. വെള്ളം എപ്പോ എത്ര വേണേലും വെള്ളം അടിക്കാം. നമ്മളിപ്പോ ഏതോ ടൗണിക്ക് എത്തിയല്ലോ. നമ്മള് വേറെ കാര്യമുണ്ട്, ടൗണുകൾ കുറവാണ്. ദൂരെയാണ് ടൗണുകൾ. നമ്മളെ നാട്ടില് നേരെ തിരിച്ചാണ് അല്ലേ? അടുത്തടുത്ത അങ്ങാടികൾ. ഇതാണ് കൊണനൂര്. എന്താന്ന് പറഞ്ഞേ? കൊണനൂര്. അധികം കടകളോ അങ്ങനെ ഒന്നും ഇല്ല തോന്നുന്നല്ലേ? ഈ ടൗൺ അടുത്ത് വരുന്നുള്ളായിരിക്കും. വലിയ കടകളൊന്നുമില്ല, സാധാ ചെറിയ കടകളൊക്കെ. ഹൊസഹള്ളി. പേരൊക്കെ വെറൈറ്റി. എല്ലാത്തിന്റെ കൂടെ ഹള്ളി ഉണ്ട്. സംഭവം നമുക്ക് എന്താ വെച്ചാല്, പിന്നെ ഇതൊരു ഇതാണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൗൺ ആണ്. ചന്ത ഉണ്ടല്ലോ, മാർക്കറ്റ് ഉണ്ട്. ആണ്ടെ ഇഷ്ടംപോലെ പൂക്കളും പഴങ്ങളും പച്ചക്കറികളും. ഇത് മാർക്കറ്റ് ഉള്ള ദിവസമാണ്. ഇത് വലിയ ടൗണാ. നമുക്ക് ഇങ്ങനത്തെ വലിയ ടൗണ് കുറച്ച് ഈ ഒരു റൂട്ടിലധികം കിട്ടുന്നില്ല. കാവേരി ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ എവിടെയോ തൂക്കുപാലമുണ്ട്. എവിടെ? വലത്തോട്ട് പോയി നോക്കണോ? തൂക്കുപാലം കയറാൻ പേടിയാണോ? ബെൽക്ക് പേടിയാണേ. എന്താ ഓണോ? എന്ത് പേടിയാ നിങ്ങൾക്ക് ഇനി തൂക്കുപാലത്തെ കയറുമ്പോ? അതിന് നമ്മളവിടെ ഇനി പുതിയ പാലം വരുന്നുണ്ട് നാട്ടില്. അന്നേരം കേറി അങ്ങോട്ട് അർമാദിക്കാം. അപ്പൊ ആ ബസ് ഇപ്പൊ എങ്ങോട്ടാ പോണെന്ന് വല്ലതും മനസ്സിലാവണ്ട ഏട്ടായിക്ക്? വായിക്കാനൊക്കെ കിട്ടുണ്ടോ? പോത്ത് കണ്ടോ? ആട്ടോ, അത് ഇവിടെ കെട്ടിയത് ഫുട്പാത്തില് സ്ഥലം ഉണ്ടാവില്ലല്ലേ? നമ്മളാ ഫസ്റ്റ് റൂട്ട് ആദ്യത്തെ വരവായം കൊണ്ടേ പിന്നെ റോഡ് നമുക്ക് വലിയ പിടുത്തല്ല. തിരക്കില്ല, അതെങ്ങനെ പോകാം. ബസ് എങ്ങോട്ടാ? അത് എങ്ങോട്ടാന്ന് അറിയില്ല, വായിക്കാറിയില്ല. കാലം കുറെ നമ്മള് കർണാടക കൂടെ എങ്ങനെ വായിക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. വായിക്കണേ കുറച്ച് പണിയാണ്. പക്ഷെ മലയാളമാണ് ഏറ്റവും ഗതികേട്. എന്നാലും നമുക്ക് മറ്റുള്ള ഭാഷ പഠിക്കാൻ ഭയങ്കര ഗതികേടാ. നമ്മൾ വേറൊരു ഭാഷ പഠിക്കൂല. നല്ല ജാക്കറ്റ് ഉണ്ടല്ലോ. ജാക്കറ്റ് ഉണ്ട്. അതേപോലെ ടെന്റ് അടിച്ച് നിക്കണം അല്ലേ?
പോലീസിന്റെ വണ്ടിയാണല്ലോ പോയത്. ഇതൊക്കെ റൈഡർ എന്തേരം വണ്ടികളാണോ? റൈഡർ കണ്ണാപ്പികളില്ലേ? റൈഡർ കണ്ണാപ്പീസ്. കണ്ണാപ്പി എന്ന് പറയാ ഒരു കാലം റൈഡർ കണ്ണാപ്പിയാവും. ഓനെ കാണാൻ തന്നെ കിട്ടൂല. ലേഔട്ടാണ് മറ്റേ ഹൗസ് പ്ലോട്ടില്ലേ, നല്ലൊരു ഏരിയ കേട്ടോ. പക്ഷെ ഇവിടെ കേറി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം നല്ല നല്ല ഏരിയ തന്നെയാണ്. ഞാൻ വേറൊരു സംഭവം വരെ കണ്ടിട്ടില്ല കേട്ടോ. എന്താണ്? നമ്മളെ നാട്ടിലൊക്കെ വില്ല പ്രൊജക്ടുകൾ ചെയ്യണില്ലേ, പ്ലോട്ടായി കൊടുക്കണേ? അതാണ്ട് അവിടെ അല്ല, അങ്ങനെ രാമനാഥപുര അങ്ങനെ കൊറേ കണ്ടില്ലാന്ന് ഞാൻ അങ്ങനെ പറയാൻ വന്നത്. അതൊക്കെ ഉണ്ട്, ഇതിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഉണ്ടാവൂലേ? രാമനാഥപുരം എത്തി. രാമനാഥപുരം വെറൈറ്റി സ്ഥലപ്പേരും. വേറെ നാട്, വേറൊരു അന്തരീക്ഷം അല്ലേ? പക്ഷെ നമുക്ക് കൊറേ ദിവസം വേണമായിരുന്നില്ലേ? ഒരാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിരുന്നു. നമ്മളെ നാട്ടിലത്തെ മാർക്ക് തുരുതുരാ കടകളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് കടകളൊക്കെ ഉള്ളൂ. എല്ലാം ഒന്നും ഓപ്പണും അല്ല. ചില സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ മേടിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തെരഞ്ഞു നടക്കണം അല്ലേ? സാളിഗ്രാമ ഹസൻ നേരെ നമുക്ക് തിരിഞ്ഞു പോണം. വലത്തോട്ട സാളിഗ്രാമ റോഡിനാ. ചന്തയാണ് ഇന്ന് എല്ലായിടത്തും ചന്ത ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കർണാടകയിൽ കൂടെ ഉള്ള കാഴ്ചകളൊക്കെ. എങ്ങനെയുണ്ട് സ്ഥലം? കിച്ചന് ഇഷ്ടപ്പെട്ടോടാ? നമ്മളിപ്പോ എത്താനായ, ഇനിയിപ്പോ എത്ര ദൂരം ഉണ്ട്? ഇനി കിലോമീറ്റർ കിടക്കുന്നുണ്ട്. എന്തേരെ? അത് കൊറേ ഉണ്ട്. എന്റെ ഒരു അറിവ് സമയം 10 മണി. രാവിലെ ഒരു 8-8:30 ആയപ്പോ പറഞ്ഞു 11 മണിയാകുമ്പോ എത്തുന്നു. 11:30 എത്തും. 11:30 1.5 മണിക്കൂർ കൂടി. മീനുണ്ടല്ലോ, അടിപൊളി മീനുണ്ട്. പക്ഷെ നമ്മളൊരു കറിയുണ്ട്. സാളിഗ്രാമ അതെവിടെയാ സ്ഥലം? അത് ഈ റോഡാ. സാളിഗ്രാമ 23, മൈസൂര് 82, പെരിയ പട്ടണ 33. പുറത്തിറങ്ങാൻ പറ്റൂല. പുറത്തിറങ്ങിയ ചാണകം ചവിട്ടും. അതുണ്ട്. ഇല്ല, അതെന്താ അറിയോ, എല്ലാരും വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ പശുക്കളെ കെട്ടുന്നുണ്ട്. പശു റോട്ടിൽ കൂടെ ഒക്കെ ഫുള്ള് ചാണകം. റോട്ടിൽ കൂടെ അഴിച്ചു വിടല്ലേ, അതൊക്കെയാ. കണ്ടില്ലേ, നമ്മളെ പോണ വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല നല്ല സ്ഥലവും. കിച്ചു ലച്ചു കണ്ടോ കാളവണ്ടി? കണ്ടല്ലേ, പാടത്ത് പറമ്പിലോട്ട് പോണതാവും അല്ലേ? ഉഴുതുമറിക്കാന്. റോഡ് കണ്ടില്ലേ, എത്രകാലം നീളാണ് റോഡ് നോക്കി അതേപോലെ കിടക്കുന്നേ. എത്ര കിലോമീറ്റർ കണക്കിനാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ഇവിടുന്ന് പോകാൻ തോന്നൂല കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ പോകാൻ തോന്നാണ്, ഇങ്ങനെ ദൂരെ ദൂരെ ദൂരെ. മുലേഹോസഹള്ളി എന്താ? മുളേഹോസഹള്ളി. എന്താണെന്ന് ആർക്കറിയാം. മുളേഹോസഹള്ളിയാണോ മുളേഹോസഹള്ളിയാണോ അറിയില്ല. എന്തും പറയാം. അങ്ങോട്ട് അറുമതിക്കാണ് അവര്. ഇഷ്ടം പോലെയാണ് വെള്ളം. ഇതേപോലെ വീടുകളാണ് എനിക്കിഷ്ടം. മണ്ണ് കൊണ്ട് തേച്ച വീടൊക്കെയാണ്ടേ. മണ്ണ് കൊണ്ട് തേച്ച വീട്, ചെറിയ ചെറിയ വീടുകളുണ്ടാവും. അടുത്തടുത്ത് വീടുകൾ റോഡ് സൈഡില്. വൈക്കോലുണ്ടാവണ്ട, വൈക്കോലിന്റെ കൂമ്പാരമായിട്ടില്ലേ. ഇങ്ങോട്ടെത്തുമ്പോ കുറച്ച് ഇവിടെ റിച്ച് മനുഷ്യണ്ട്, റിച്ച് ആളുണ്ട് അല്ലേ? ഇതൊക്കെ പൊളിഞ്ഞു പോയി. പഴയ വീടുകളാണ്. മണ്ണ് കൊണ്ട് ആക്കിയിട്ട്, മൺകട്ടൊക്കെ വെച്ചിട്ട് ആക്കിയിട്ടുള്ള വീടുകളാണ്. മുന്നുണ്ടാക്കിയ വീട്. ഇതൊക്കെ കൊറേ പഴയ വീടാണല്ലേ. അതൊക്കെ അവര് പുതിയ വീട് വെച്ച് പോയപ്പോ അതൊക്കെ ഇടിഞ്ഞതായിരിക്കും, താമസമില്ലാതെ. ഇതാണ് ഇപ്പൊ നമ്മളെ കർണാടകയിലുള്ള വീടുകളുടെ ഒക്കെ കാഴ്ച കേട്ടോ. അല്ല ഓരോ സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോൾ ഉള്ളത് അല്ലേ. വലിയ വലിയ വീടുകൾ കുറവാണ് ഈ റോഡിന്.
ഉള്ളത് കൊണ്ട് ഓണം പോലെ പറഞ്ഞപ്പോ ചെറിയൊരു സ്ഥലത്ത് ചെറിയ കൃഷി നടത്തുന്നവര് കേട്ടോ. കണ്ടു. ഇങ്ങോട്ടൊക്കെ എത്തുമ്പം റിച്ചായി, കുറച്ച് വലിയ വീടുകളായില്ലേ. ആ വലിയതാ. ആ വീടാണ് എന്താന്ന് അറിയില്ല, പണി കഴിഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ നിക്കണത് കേരളപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മള് നിക്കണട്ടോ. അത് നമ്മളെ കേരളത്തിനോട് സാമ്യമുള്ള ഒരു സ്ഥലപ്പേര്. നമ്മളെ കർണാടകയില്, അതും നമ്മളെ ഏതാ റൂട്ട് നമ്മളിത് ശ്രാവണബെലഗോള ഹസൻ റൂട്ടിലാണ് ഇപ്പൊ നമ്മള് നിൽക്കുന്നത്. അപ്പൊ നമ്മളെ ആ ഒരു നാടിനോട് ബന്ധപ്പെട്ട ഒരു പേരുണ്ട് ഇപ്പൊ ഒരു മനസ്സുഖം അല്ലേ. അപ്പൊ നമ്മളൊരു ടൗണിലാണ് ഇപ്പൊ നമ്മളെ കേരളപുര. ഇവിടുന്ന് ആരെങ്കിലും ചങ്കൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളി. പിന്നെ ഈ ഒരു ഏരിയയില് എവിടെയാന്നുള്ളതൊക്കെ അല്ലെ. നമ്മളെ പേജ് ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ മറക്കാവുന്ന പേജ് ഫോളോ ചെയ്ത് വെക്കുക. അപ്പൊ സാളിഗ്രാമം നേരെ അവിടെ കണ്ടോ ഫുഡ് കൊടുക്കുന്നത്? ഫുഡ് കണ്ടു. അപ്പത്തേന് പേര് വായിക്കാൻ കിട്ടിയില്ല, അത് പോയി. പേരൊന്നും ഇവിടുത്തെ വായിക്കാൻ തന്നെ കിട്ടുന്നില്ല, അഞ്ചാതി പേരുകളാണ്. കുറച്ചൊരു വലിയ ടൗൺ ആയില്ലേ. റോഡിന്റെ നടുക്ക് നിർത്തിയിട്ട് വഴി ചോദിക്കുന്നുണ്ട്, എവിടെ പോകുന്നു. കുറച്ച് വലിയ ടൗൺ ആയി, കുഴപ്പമില്ലാത്ത. നമ്മൾ ഇതുവരെ കണ്ടല്ലോ വെച്ചിട്ട് വലിയ ടൗൺ അല്ലേ. കേരളപുര പിന്നെ ചെറുതാൻ പറ്റുമോ? അത് പറ്റൂല. കേരളം ആരെ മുന്നിലും തലവനിക്കൂല. മലയാളികളില്ലാന്ന് തോന്നുന്നു അല്ലേ. കണ്ടിട്ട് മലയാളികളൊന്നും എവിടെയും കാണാനില്ല, ആരൊന്നും മനസ്സിലാവണില്ല. ബാംഗ്ലൂർക്ക് 192 കിലോമീറ്റർ. പോയാ മതിയായിരുന്നു. ഒരു 2 ദിവസം കൂടെ ലീവ് ഉണ്ടെങ്കിൽ പോയാ മതിയായിരുന്നു. പോണ വഴിക്ക് നമ്മളൊരു കാഴ്ച ഉണ്ടോ കേട്ടോ. പിള്ളേര് കണ്ടോ കരാട്ടെ പഠിക്കുന്നു. സ്കൂളാണ്, സ്കൂൾ മീറ്റോ ആണ്. അപ്പൊ അവിടെ എന്റെ പിള്ളേരെല്ലാം ഹയർ പ്രൈമറി സ്കൂളാണ് അല്ലേ, ഹൈസ്കൂള്. അപ്പൊ എല്ലാരും ഉണ്ട്, എല്ലാ പിള്ളേരും കരാട്ടെ പ്രാക്ടീസ് ചെയ്യണുണ്ടോ. അടിപൊളി. നമ്മളിപ്പോ പോന്ന് കൊറേ ഇങ്ങോട്ട് എത്തിയിരുന്നു കേട്ടോ, കൊറേ ദൂരം അങ്ങോട്ട് പോകുന്നു ഇപ്പൊ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നോക്കിയ കൃഷിയൊക്കെ വേറെ ഒരു സ്റ്റൈലിലാണ് ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത്. നോക്കിയേ, ഈ ഒരു ഭാഗത്ത് നല്ല വൃത്തിക്കാ ചെയ്യുന്നത് അല്ലേ. നോക്കിയേ, നല്ല എന്താ പറയാ, കണ്ടൊക്കെ തിരിച്ചിട്ട് ഓരോ വെറൈറ്റി വേറെ വേറെ ആ ഒരു എന്താ പറയാ ഒരു ഭംഗിക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ ഉണ്ടല്ലേ, അങ്ങോട്ടൊക്കെ ഉണ്ടല്ലേ. പിന്നെ വേറെ കാര്യം വെച്ചു നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ കിടക്കുക കേട്ടോ, സ്ഥലങ്ങൾ ഇങ്ങനെ വെറുതെ കിടക്കണ കുറെ ഉണ്ട് തോന്നുന്നു അല്ലേ. അതെ, കുറെ ഒരു അമ്മച്ചി ഉണ്ടാവണം പശുവിനൊക്കെ മേയ്ക്കുന്നുണ്ട്. അത് കാരണം അപ്പുറത്ത് കൃഷി ഉള്ള തിന്നും ചിലപ്പോൾ. പിന്നെ വെള്ളത്തിന്റെ നോക്കിയേ, ഫുൾ ടൈം ഇതേപോലെ സ്പ്രിംഗ്ലർ ഒക്കെ വെച്ച് എന്താ പറയാ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതാണ് ഇപ്പൊ നമ്മളെ ഇങ്ങോട്ട് വാ, ആ ഒരു ഭാഗത്തുണ്ടോ തെങ്ങ്, അവിടെ ഫുള്ള് തെങ്ങാണ് അല്ലേ. ഞാൻ അതിന്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ കൃഷി ചെയ്യാൻ വേണ്ടി ഇളക്കി ഉഴുതു മറിച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഫുള്ള് തെങ്ങാണ്. തെങ്ങ് നമ്മൾ പോരുന്ന വഴിക്ക് കുറച്ച് ചില ഭാഗങ്ങളിൽ മാത്രമേ തെങ്ങ് കണ്ടിട്ടുള്ളായിരുന്നു അല്ലേ. അതെ. പിന്നെ അങ്ങോട്ടൊക്കെ നോക്കിയാൽ കുറെ അങ്ങോട്ട് നോക്കുമ്പോ കാണാം നമുക്ക് നീളത്തിലാണ് കണ്ടങ്ങനെ കുറെ നീളത്തിൽ അങ്ങ് വരെ ഇങ്ങനെ എല്ലാം ആക്കിയിട്ടുണ്ട് അല്ലേ. നല്ല കാർമേഘവും കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇതെന്താ വെച്ചാൽ ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ നിരപ്പുള്ള സ്ഥലമാണ്. നമ്മൾ ഈ റബ്ബർ തോട്ടത്തിലൊക്കെ പോയി കുന്നും മലയും കയറി അങ്ങനത്തെ ഒന്നും ബുദ്ധിമുട്ടോ ഒന്നുമില്ല, നല്ല നിരന്ന സ്ഥലം. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ റബ്ബർ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു ലൈനിൽ തന്നെ ഒരു 10-500 വെക്കാല്ലേ. ഒറ്റ പോക്കിന് തന്നെ ഒരു 10-500 മരം മരമൊക്കെ വെച്ചിട്ട് പിന്നെ തിരിച്ചു കണ്ട് വന്ന് വരുമ്പോഴത്തേന് 1000 മരം വെട്ടി തീർക്കാം. നല്ല കാറ്റില്ലേ, നല്ല കാറ്റാണ്. പെരും വെയിലുണ്ട്, പക്ഷെ ചൂടറിയില്ല. ഈ കാറ്റുള്ള കാരണം അത്ര ചൂടറിയണില്ല. അങ്ങോട്ട് പോളം ഞങ്ങനെ കിടക്കാണ് റോഡ്. ആണ്ടെ ബസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോണു കേട്ടോ. ഇപ്പൊ എങ്ങോട്ടായിരിക്കും പോണത്? അങ്ങോട്ട് പോളം പോകല്ലേ, പോകാം നമുക്ക്. ഇവ എന്താ അങ്ങനെ നടക്കണുണ്ടല്ലേ, എന്തൊക്കെയോ നോക്കിയും പെറുക്കിയും പിടിച്ചും. പോവാം. രസല്ലേ ഇങ്ങനെ പോകാൻ, നല്ല രസല്ലേ. ഓനെ നല്ലോണം ഇഷ്ടപ്പെട്ടേ. ഓന് യൂട്യൂബറൊക്കെ ആയിട്ട് ഓന് ഒറ്റയ്ക്ക് പോകാനുള്ള പരിപാടിയാണ്. റൈഡർ കണ്ണാപ്പി. പോവാ നമുക്കെന്നാ. എന്റെ കണ്ണാടി മാലക്കടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ട്, വെള്ള കളറ് ഫ്രെയിമൊക്കെ ഉള്ള കണ്ണാടിയൊക്കെ അത് നിർത്തോണ്ടെന്നാ കാണട്ടെ. ഈ വെയിലത്ത് ഇറങ്ങുമ്പോ എടുക്കണ്ടേ അല്ലേ. നല്ലല്ലേ ആൾക്കാർ എന്നെ തിരിച്ചറിയുള്ളൂ. കാൾസറായി പാൻറ്റും മാല ഇട്ട് മാല വണ്ടിക്കകത്തിരിക്കുമ്പോ ഭയങ്കര മോഡലിലൊക്കെ ഇരിക്കണേ.
പുറത്തേക്ക് ഇറങ്ങുമ്പോ അങ്ങനെയല്ല. ആ ഓ ആണ്ട് വരുന്നുണ്ട്. എലട ഹള്ളിയോ? എലയുടെ ഹള്ളിയാ? ഇലയുടെ ഹള്ളി നമ്മളെ നാട്ടിലാണ് ഇലയുടെ ആവും. പാടാ ഇവ പരിഷ്കാരി വരുന്നുണ്ട്. അവിടെ പോണ്. ക്ലിപ്പ് ഇട്ടില്ലേ ചെരുപ്പിന്റെ മാല? നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കിയേ. ഹായ് പറഞ്ഞേ. മാലേ ഇത് വേറെ സൈസ് മുത്തു പോലെ ഇങ്ങനെ സൗണ്ട് ഉള്ള സൈസ്. അതാ ഞാൻ ആ വണ്ടിയെ തൂക്കാൻ വേണ്ടി മേടിച്ചാന്ന്. ഓനെടുത്താണ്ട് പുത്തൻ ചെരുപ്പൊക്കെ മേടിച്ചിട്ടോ. ചെരുപ്പൊക്കെ കണ്ട് ക്ലിപ്പൊക്കെ ഇടുന്ന ചെരുപ്പ് ഏതാ ലുക്ക്. ഒരു തൊപ്പിയും കൂടി വേണേന്ന്. തൊപ്പി വീട്ടിലില്ലേ? തൊപ്പിയെല്ലാം വീട്ടിലവിടെ കൊണ്ടുവച്ചു നാട്ടില്. എന്നാ പോവാം. എന്തിലച്ചു ഉച്ചക്ക്? കബാബോ? അതിന് നമുക്ക് മറ്റേ പന്നിക്കറി ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങ് അവിടെ നിന്നാണ് വന്നത്. അവിടുന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് ആ സൈഡ് വഴി ഇങ്ങനെ വന്ന് ഇവിടെ ഒരു തടാകം അല്ലാണ്ട് കേട്ടോ. സാളിഗ്രാമാണ്. സാളിഗ്രാമം ആ നല്ല രസമുള്ള തടാകം അല്ലേ? സാളിഗ്രാമം പറഞ്ഞ സ്ഥലത്തില്ലേ? അപ്പോൾ ഫുള്ള് വേസ്റ്റാണ്. എന്നാലും സംഭവം കാണാൻ നല്ല സ്റ്റൈലുണ്ട്. പായലാണോ ആമ്പലാണോ എന്താണ്? അങ്ങ് വീട്ടിൽ വരെ കേൾക്കുന്നുണ്ട് അല്ലേ? ഞാൻ കരുതി നമ്മളിവിടെ നോക്കി നിന്നിട്ട് നമ്മളെന്തേലും പറയണം. നോക്കുമ്പോഴാണ് ഫോൺ ചെയ്യാണ്. പിന്നെ അപ്പൊ അതെന്താണ്? പായൽ ആമ്പലല്ലേ അത്? ആമ്പലാണ്. ആ അപ്പം ഇങ്ങനൊരു കാഴ്ച ഇവിടെ ഇങ്ങനെ കാണാനുണ്ട് അല്ലേ? നമുക്ക് എന്നാ പോകാം. ഇത് കണ്ടോ? അതെന്താ സംഭവം? ചോളത്തിന്റെ തണ്ടായി കൊണ്ടുപോണേ. ചോളം അത് കായ പറിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ പുല്ല് പോലെ പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോണതാവും. സ്കോർപ്പിയോ ഉണ്ടോ പോണേ? രാജകൃഷ്ണപ്പ ബേരിയ അല്ലേ? അപ്പൊ ബേരിയയിലോട്ട് 9 കിലോമീറ്റർ കൂടി പോയാല് ബേരിയയിലെത്തും. എന്താ കള്ളിമുണ്ടനഹള്ളി. വല്ലാത്ത പേര്, വല്ലാത്ത ജാതിയിലെ. പുതിയൊരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നോക്കി ഇഷ്ടിക വെച്ചിട്ടാണ് ആ വീട് ഫുള്ള് പണി ഇത് കഴിഞ്ഞിട്ടുള്ളത്. കോക്കനട്ട് തേങ്ങ എടുക്കുന്ന സ്ഥലം അല്ലേ? തേങ്ങ എടുക്കുകയാണ് അവിടെ. വണ്ടിയിൽ എങ്ങനെ ലോഡ് കണക്കിന് കൊണ്ടുപോകണ്ടല്ലേ? ഇപ്പുറത്താണ്ട പുകയില. പിന്നെ ഇവിടെ തെങ്ങിൻ തോട്ടം. തെങ്ങിന് അത്ര ഒരു കായ ഉണ്ടല്ലേ? നല്ലോണം കായുണ്ട്. അത്യാവശ്യം നല്ല പറിച്ചു കഴിഞ്ഞത് ഇപ്പൊ ഇവിടുന്ന് പറിച്ചു കൊണ്ടുപോയതായിരിക്കും ചിലപ്പോ. അതെല്ലാം എടുക്കുന്നതാണെന്നുണ്ട്. അവരവിടെ എക്സ്പോർട്ട് ചെയ്യുന്ന ടീമാണെന്ന് അല്ലേ? കോക്കനട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ഈ തെങ്ങിന്റെ ഇടയ്ക്കൊക്കെ വേറെ കൃഷികളൊക്കെ ചെയ്യേണ്ടത് തോന്നുന്നുണ്ട് ഇടയ്ക്ക്. അല്ല അതിന്റെ ഇടയ്ക്ക് കാടില്ല. അവരാ തേങ്ങ വെക്കണ എന്താ അറിയോ? അവരുടെ വീട്ടിലുള്ള തെങ്ങാണ്. അത് അവരവിടെ കൂട്ടിയിട്ട് അവരുടെ അത് വേറെ ടീമിന് വിറ്റതെറ്റാണ്. അങ്ങനെ എന്തോ പരിപാടി. അപ്പൊ ഇപ്പുറത്തെ ഒരു വേറെ വീട്ടില് ഇതേപോലെ തേങ്ങ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പൊ തേങ്ങ പറിക്കുന്ന സമയാന്ന് തോന്നുന്നു അല്ലേ? അതിന്റെ ഇടയ്ക്കെല്ലാം ഇടവിളായിട്ട് എന്തൊക്കെയോ കൃഷികൾ ചെയ്യേണ്ടി. കാട് കയറുന്നില്ല പറമ്പിൽ. ഒന്നും വെറുതെ കളയുന്നില്ല. ഇത് വേറൊരു ഗ്രാമം. ഇത് വേറൊരു സ്ഥലം. നോട്ടനഹള്ളിയോ എന്താണ്? എന്താണോ പശുക്കള്. അമ്മച്ചിമാര് കഥ പറഞ്ഞിരിക്കുന്നുണ്ടോ? നല്ല ചിരിച്ചു വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഇതാണ് നമ്മളെ ഗ്രാമക്കാഴ്ചകൾ. വീടുകളൊക്കെ എനിക്ക് പഴയ വീടുകൾ തന്നെയാണ്. എല്ലായിടത്തും ഇങ്ങനെയുള്ള വീടുകളൊക്കെ പഴയ വീടുകൾ തന്നെ അല്ലേ? ഈ അപ്പൂപ്പനൊക്കെ സൊറ പറഞ്ഞിരിക്കുന്നുണ്ടോ? വല്യച്ഛന്മാരുണ്ട് കഥയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പണ്ടത്തെ എന്തെങ്കിലും കഥകളൊക്കെ ആയിരിക്കും അല്ലേ? അതിലെ പോയപ്പോ അങ്ങനെയായിരുന്നു. കണ്ടോക്ക് റോഡ് ക്രോസ് ചെയ്യണ്ടാ? ചെമ്മരിയാടുണ്ട്, സാധാ ആടുണ്ട്. അതാ ആട് ഒറ്റ ആടാണ് ഈ ബാക്കി എല്ലാ ആടിനെ മേയ്ക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാ? അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. ചെമ്മരിയാടിനെ കൊണ്ട് പോവുകയാണല്ലേ? ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ അതേപോലെ കാണാട്ടോ. ഒരു അമ്മച്ചി മുന്നിൽ നടക്കുന്നുണ്ട്, ഭർത്താവില്ലേ പുറകിന്. നമുക്ക് ഇതേമാതിരി കുറച്ച് ചെമ്മരിയാടിനെ വാങ്ങി ഇതേപോലെ പോണോ? ഇതേപോലെ പോകാനല്ലേ? കുഞ്ഞു കുട്ടികള് ഒരെണ്ണത്തിന് മേടിച്ചാലോ നമുക്ക് അല്ലേ? നല്ല രസമുണ്ടല്ലേ? ചെറിയ കുട്ടിയാണ്. കണ്ടോടാ ചെമ്മരിയാടിനെ കണ്ടോ? അതിന്റെ കാലൊന്നും ഉറച്ചിട്ടില്ല. അങ്ങോട്ട് നോക്കി തുള്ളി തുള്ളി പോണ ഈ കൂട്ടത്തിൽ കൂടെ. അത് ആ മുന്നിത്തെ ആടുണ്ടല്ലോ,
ആ ആടാണ് ഐറ്റങ്ങളെ മേച്ചു കൊണ്ട് കിടക്കണെന്ന് തോന്നുന്നു. ആയിരിക്കും. ആ ഇതെന്താ സംഭവം? അടക്കി ഉണക്കുന്ന സോളാറാ? അത് സോളാറാണുള്ളത് അല്ലേ? അതെ ആണാണ്, വലിയതാണ്. ആ കൊറേ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ അതിനകത്ത്. എല്ലാരും അവനാന്റെ പറമ്പിൽ കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ? അറിയോ, നമ്മളാണെങ്കിൽ ഒരു സാധനം നമ്മൾ നടണില്ലല്ലോ. ഇല്ല, നമുക്ക് എത്ര പറമ്പുണ്ടെങ്കിലും നമ്മള് നടണില്ല അല്ലേ? നമ്മള് വളരെ മോശം. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ എവിടത്തെ അറിയോ? എവിടെ? ഏളന മുണ്ടനഹള്ളി. മുണ്ടനഹള്ളി എന്താ? ബച്ചഹള്ളി വടക്കര കൊപ്പലു. എനിക്കറിയാലോ വടച്ചോനെ. ഏളന മുണ്ടനഹള്ളി. നല്ല രസമുള്ള പേര്. തെങ്ങും കവുങ്ങും പുകയിലെയും കൃഷികൾ മാത്രമല്ല കേട്ടോ ഞങ്ങള്. നമ്മളെ പോണ പോക്കിന് അതിമനോഹരമായ ഇതുപോലത്തെ കാഴ്ചകളുണ്ട്. നെൽപ്പാടാണ് ഈ കാണുന്നത്. അങ്ങ് ദൂരെ ആണ്ട് നെല്ല് കൊയ്തെടുക്കണുണ്ട് കേട്ടോ, മെഷീൻ വെച്ചിട്ട്. കൊയ്ത്ത് മെഷീൻ അല്ലാണ്ട് 2 എണ്ണം ഉണ്ട് അവിടെ. 2 അല്ല 3 അങ്ങാണ്ട്. ഇഷ്ടം പോലെ ഉണ്ടാവും. സമയമല്ല, ഇല്ലെങ്കിൽ ഇപ്പൊ വണ്ടി ഇവിടെ നിർത്തിയിട്ട് കണ്ട അതിൽ ഇലയിലൊക്കെ നടന്നു പോയി അത് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. നല്ല അടിപൊളി കാഴ്ചകളും സംഭവങ്ങളും ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ യാത്ര തുടരാം. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ യാത്രയിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതേപോലെ കർണാടകൻ വിശേഷം, കേരള വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളി. അതുപോലെ തന്നെ യൂട്യൂബിൽ കാണുന്നവര് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ, പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, ഇതേപോലെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രോക്കർമാരോടും കച്ചവടക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ടും കച്ചവടം ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പരസ്യം ചെയ്ത് വിൽക്കാൻ താല്പര്യം നമ്പറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തോളി. നമ്പർ 98 95 18 18 86 കേട്ടോ. പണ്ട് ഈ കർണാടക എന്നൊക്കെ പറയുമ്പോ പേടിയായിരുന്നു. വേറെ ഏതൊക്കെയോ നാടും അവിടുത്തെ ജനങ്ങളൊക്കെ ഫുള്ള് ഭീകരരായ ആൾക്കാരൊക്കെയാണെന്നാണ് എന്റെ വിചാരം. എന്റെ മനസ്സിൽ എങ്ങനെയാന്ന് അറിയോ, അങ്ങോട്ടൊക്കെ എങ്ങനെ പോകല്? അങ്ങോട്ട് പോകുക, അത് കൊറേ ദൂരണ്ടോ? അങ്ങോട്ട് എത്താൻ പറ്റുന്ന സ്ഥലമാണ് അപ്പൊ അതൊക്കെ? ജനങ്ങളുണ്ടോ അവിടെയൊക്കെ? കാണുവോ അവിടെയൊക്കെ? ആൾക്കാരുണ്ടോ? ജനങ്ങളുണ്ടോ? മനുഷ്യന്മാര് വർത്താനം പറയോ? ഇങ്ങനൊക്കെ സംശയം. അങ്ങനല്ല, ഒരു എന്തോ ഒരു അങ്ങനത്തെ ഒരു ചിന്തയെന്ന്. എങ്ങനെ അവിടെയൊക്കെ അതൊക്കെ മാറിയില്ലേ? അവിടെയൊക്കെ എന്താ മലയാളം തന്നെ ആയിരിക്കോ പറയാ? അങ്ങനെയൊക്കെ ഓരോ ഇതൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ചെറുതാവും കേട്ടോ, കുട്ടികളൊക്കെ ആവുമ്പോ. ഇപ്പോഴാണ് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കർണാടകന്റെ മുക്കും മൂലം കൊറേ കറങ്ങിയില്ലേ? ഇനിയിപ്പോ വിഷയമില്ല. അപ്പൊ അവിടുത്തെ കാര്യം എന്തായാലും മനസ്സിലായില്ലേ? ഇനിയിപ്പോ അടുത്ത സംസ്ഥാനത്തുള്ളതാണ് മഹാരാഷ്ട്ര. എങ്ങനെയാന്നുള്ളത് ഇത് കണ്ടോ? വണ്ടിയിൽ എത്ര ലോഡാ കേറി പോണ കണ്ടോ? ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ട്, എന്തേരം നീളത്തിലാണ്. കണ്ടോ? ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ടോ? അങ്ങോട്ട് നോക്കിയ പൂന്തോട്ടം, മല്ലികപ്പൂവേ നല്ല അടിപൊളി ഒരു പാലം വരുന്നുണ്ടോ? ആ കാണുന്നതാണ് ഗായ്സ്, നല്ല കിടിലൻ ഒരു പാലം. ഇപ്പൊ അടുത്തെങ്ങാനും പണി കഴിഞ്ഞാണോ അത് പെയിന്റ് അടിച്ചാ? അടിപൊളി പാലമാണല്ലോ. ഓ നോക്കൂ ഗായ്സ്, എന്താ ഭംഗി, എന്താ ഒരു സ്റ്റൈല്. പാലത്തിന്റെ താഴെ ഉണ്ട് അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ എന്തൊക്കെയോ റെയിൽവേ ട്രാക്കാണ് ഇത്. നമ്മളെ മംഗലാപുരം റെയിൽവേ ട്രാക്കാണ് ഇത്. മംഗലാപുരത്ത് നിന്ന് സകലേഷ്പുര ഹസനിലൊക്കെ പോണ ഒരു ഇതുണ്ടല്ലോ, അതാണ്. പുത്തൂര് വഴി ഒരു ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? ഇത് നോക്കിയേ, ഇവിടെ നല്ല മോഡൽ ഇട്ടത്, നല്ല രസമുണ്ട്. പാലം അടിപൊളിയാണ്. ആ റെയിൽവേ ട്രാക്കാണത്. അതിന് വെച്ച പാലം നോക്കി, എത്ര വലിയ പാലല്ലേ. അതും ആണ്ട മുത്ത ട്രാക്ടർ വരുന്നു. ട്രാക്ടർ പാടത്തുനിന്ന് എവിടുന്നോ പാടത്തുനിന്ന് വരികയാണ് ഇപ്പൊ അല്ലേ? പാടം ഇതാക്കുന്ന വൈക്കോലാക്കണാണോ? അത് മണ്ണിളക്കണല്ലേ? മണ്ണിളക്കണാണ്. ബേക്കിൽ അതിന്റെ ബ്ലേഡ് ഉണ്ട്. മച്ചഹോളലു എവിടെയാ മച്ചാൻ? ചെന്നാദ്യൊന്നുമില്ലേ ആരെങ്കിലും കണ്ട് മച്ചാൻ എവിടെയാണ്? അന്റെ ഇഷ്ടികയൊക്കെ ആണ്ട് കൊറേ കൊണ്ടുവന്ന് അടുക്കി വെച്ചിട്ട് അവിടെ എല്ലാം
എന്താണേലും ഇവിടെ ഇഷ്ടികയാണ് കേട്ടോ വീടുകൾക്കും ബിൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കണേ. നമ്മളവിടെ വെട്ടല്. പിന്നെ വേറെ സംഭവം കണ്ടു, ഞാൻ വരുന്ന വഴിക്ക് എവിടുന്നോ ഒരിക്കൽ അത് നമ്മള് വീഡിയോയില് പെട്ടിട്ടില്ല. പുല്ല് ഈ വണ്ടിയിൽ എത്ര ലോഡ് വേണേലും കയറ്റി പോകും. അപ്പൊ ഈ വെട്ടുകല്ലേ കടയില് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എവിടെ? നമ്മള് വരുന്ന വഴിക്ക്. ഇപ്പഴല്ല, നമ്മള് രാവിലെ കണ്ടത് ഞാന്. അത് അവിടുന്ന് അത് വെട്ടുകല്ലല്ല, അത് വെട്ടുകല്ല് വെച്ചിട്ട് ആ ഒരു വീട് ഒരു സ്ട്രക്ചർ കണ്ടല്ലോ ജി. പിന്നെ ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് വീടിന്റെ വരാന്തയും ഇതൊക്കെ തൂണൊക്കെ വെക്കുന്ന അതിനുള്ളതാണ്. ഇങ്ങോട്ടും എത്തുമ്പോ കൃഷികൾ കുറച്ചും കൂടി ബെറ്റർ ആയി വരുന്നുണ്ട് അല്ലേ. ലക്ഷ്മി ദേവി ടെമ്പിൾ ഉണ്ട് ഇവിടെ. ഇനിയിപ്പോ ഈ വലത്തോട്ട് കാണുന്ന റോഡ് ലക്ഷ്മി ദേവി ടെമ്പിളിലോട്ടുള്ള അങ്ങ് ദൂരെ. സംഭവം എന്താ വെച്ചാല് സ്ഥലത്തിന്റെ പേരൊക്കെ പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പേര് വായിക്കാൻ കിട്ടുന്നില്ല. ഇതിന്റെ അടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അതിന്റെ പേരും വായിക്കാൻ കിട്ടിയിട്ടില്ല. എന്താന്ന് മനസ്സിലാണല്ലോ, കൊറേ നീളത്തിൽ വലിയ ബോർഡാണ്, കൊറേ നീളമുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്തിന്റെ പേര് എന്താന്ന് നോക്കുക, അക്കി ഹെബാലു. അതാ അക്കി ഹെബാലു. അക്കി അവിടെ അരിന്റെ ഫാക്ടറി ഉണ്ട്, ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ. ലോറിക്കകത്ത് കൊറേ ചാക്ക് ലോഡ് കയറ്റിണ്ട്. അപ്പൊ എനിക്ക് തോന്നിയ അരിന്റെ ചാക്കാണെന്ന്. അരിന്റെ ഏരിയ അല്ലേ. അവിടെ അങ്ങനത്തെ മെഷീനൊക്കെ നന്നാക്കുന്ന ഇതടിക്കുന്ന കണ്ടോ, കാടിട്ടുന്ന മെഷീൻ, എന്തൊക്കെയോ മെഷീൻ. അതാ നെല്ല് കൊയ്യുന്ന മെഷീനൊക്കെ അല്ലേ. മെഷീൻ അതൊക്കെ നന്നാക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ ഇത് സ്കൂളാണ്, എന്താ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. സ്കൂളും സംഭവങ്ങളൊക്കെയാണ്. പുഴയുണ്ട് കേട്ടോ. പുഴയാണല്ലേ. ഈ ഒരു സ്ഥലം കാണുമ്പോ എന്താ എനിക്ക് ഇവിടെ നേരെ കണ്ടിരുതാ, നമുക്കേ ഈ സോളാർ പ്ലാന്റ് ഒക്കെ തുടങ്ങാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഫുള്ള് നിരപ്പില്ലേ, നിരപ്പായിട്ട് കിടക്കണാണ്. ഒരു വെയിലും പോകൂല, എല്ലാ വെയിലും കിട്ടും, കറണ്ടും കിട്ടും. കാഴ്ചകളാണ് കണ്ടു തീരുന്നില്ല അല്ലേ ചേട്ടാ. ഞാനിനി തിരിച്ച് നാട്ടിക്കില്ല കേട്ടോ. അതെ, കണ്ട് പൂതി തീരുന്നില്ല. ഇത് ഈ ഒരു ഭാഗം ഫുള്ള് ഇതാണ് ചോളം കൃഷിയാണ് കേട്ടോ. നോക്കിയേ എത്ര ദൂരത്തിലാണ് നോക്കിയേ. എന്താ നമ്മക്കേ ആ സാധനം മേടിക്കാൻ കിട്ടും, അവരെ മേടിക്കാൻ കിട്ടുമെന്ന് അറിയാല, ചോദിച്ചു നോക്കേണ്ടി വരും. ചോളമാണത്. അതുകൊണ്ടൊക്കെ എന്തേരം നീളത്തില പഴുത്തു തുടങ്ങിയില്ലേ. അത് ഉണങ്ങിയിട്ടുണ്ട്, ഉണക്കിയിട്ട് ഇവര് പൊടിക്കുന്ന നമ്മളെ വരുന്ന വഴിക്ക് കണ്ടല്ലോ, അവരെ വീടിന്റെ മുറ്റത്തൊക്കെ കൊണ്ട് ചോളട്ടേക്കുന്നേ, ഉണക്കാനിട്ടേക്കുന്നത്, ഉണക്കി പൊടിക്കാൻ വേണ്ടിട്ടേക്കും, ചോളപ്പൊടിയാക്കാൻ. ആണ്ടെ ലോഡ് കൊണ്ടോണ് ചോളമാണ് അല്ലേ. ചോളം കൊണ്ട് കള്ളുണ്ടാക്കട്ടെ, നല്ല കള്ളിന്റെ മണം വരുന്ന വണ്ടി പോയപ്പോ. കള്ളുണ്ടായതാണോ എന്താ അറിയില്ല, ചപ്പതിന്റെ മേലിട്ടതാ, അതെന്താന്ന് അറിയാല. എന്താണാവോ അവിടെ നോക്കി നല്ല രസമുണ്ട്. ഞാൻ അവിടെ അങ്ങനെ കണ്ട് ഇങ്ങനെ പോകും. നമ്മളവിടുത്തെ മാരിക്കൊന്നല്ല, റോഡൊക്കെ നോക്കിയാൽ നല്ല തിരക്കില്ലാത്ത റോഡാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വണ്ടി സ്പീഡിലേക്ക് വണ്ടി വരും കേട്ടോ. പിന്നെ മിന്നണ റോഡ്, കുണ്ടും കുഴിയൊന്നുമില്ല, ഇങ്ങനെ നീളത്തിൽ കിടക്ക, വളവും തിരിവില്ല. അത് പറയാൻ മറന്ന്. നമ്മളെ കാസർഗോഡും കണ്ണൂരൊക്കെ വളവും തിരിവേ ഉള്ളൂ അല്ലേ. നല്ല രസമുണ്ട്. ഈ കൃഷിമൊന്നും ഇപ്പൊ വലിയ വല്ല ലാഭം ഉണ്ടാവോ? ലാഭമില്ലാത്തോണ്ടല്ല ചെറിയ വീട് വെക്കണേ. ലാഭം ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുള്ള അതേമാതിരി വലിയ വലിയ വീടുകൾ കൊട്ടാരന്മാർക്ക് വെക്കൂലേ. അതുകൊണ്ട് ലാഭമൊന്നും ഇല്ലാത്തോണ്ടാണ് ഈ സർക്കാർ ഇതേപോലെ ഫ്രീ ഒക്കെ കൊടുത്ത്. എന്താന്നറിയില്ല, എന്താണോ ലാഭം കാണുന്നില്ല അല്ലേ. നമ്മളെ നാട്ടിലെല്ലാരും പറയും കൃഷിയൊക്കെ വെറുതെ ആണ്, അതൊന്നും ലാഭമല്ല, നഷ്ടമാണ്. പക്ഷെ നമ്മള് കേരളം വിട്ടിങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് പോരുമ്പോ ഇവിടെ ഫുള്ള് കൃഷിയാണ് കാണുന്നത്. പക്ഷെ നമ്മളെ മരത്തുമാർക്ക് അവിടെ റബ്ബറൊന്നും ഇല്ല, തീറ്റപ്പുല്ലാണ് കാണുന്നത്. വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞാ പോവുക കേട്ടോ. 100-120 വരെ പോവുകയുള്ളൂ എല്ലാവരും. സ്പീഡാണ് ഇവിടെ മെയിൻ. ഭാര്യയും ഭർത്താവും ഇതാണ് ഇതേപോലെ ബൈക്കില് എന്താ പറയാ സൊറ പറഞ്ഞിങ്ങനെ പോവുകയാണല്ലേ. ചിലപ്പോ അവർക്ക് ഏതെങ്കിലും കൃഷി സ്ഥലം എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവും, പണിക്ക് പോണതോ അതിന് പോയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും.